ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഹോസാന ഞായർ കൊണ്ടാടുന്ന ദിനമാണല്ലോ ഇന്ന്. യേശു ഏതാണ്ട് ബഥനിയയിൽ നിന്ന് യെരുശലേമിലേക്ക് 2 മൈലോളം യാത്ര ചെയ്ത് വരികയാണ്. ജനം യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി അവരുടെ വസ്ത്രങ്ങൾ വഴിയിലിട്ടും അതുപോലെ വൃക്ഷത്തിന്റെ കൊമ്പുകൾ വഴിയിലിട്ടും അവർ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. യേശു യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്തുകൊണ്ടാണ് നഗരം മുഴുവൻ ഇളകിയത്? കാരണം യേശു സൗഖ്യമാക്കിയ ബർത്തമായി അവിടെ ഉണ്ടാകാം, യേശു ഉയർപ്പിച്ച ലാസർ അവിടെ ഉണ്ടാകാം, യേശു സൗഖ്യമാക്കിയ പലവധി രോഗികളുണ്ടാകാം, യേശു പാപം ക്ഷമിച്ച പാവനിയായ അനേകർ അവിടെ ഉണ്ടാകാം. അവർ വിചാരിക്കുകയാണ് യേശു അവരുടെ ജീവിതത്തെ മാറ്റി, യേശു അവരെ സൗഖ്യമാക്കി, അവർക്ക് പാപക്ഷമ നൽകി. അതുകൊണ്ട് അവർ കർത്താവിനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ഹോസന്ന എന്ന് വിളിക്കുകയാണ്, ദാവീദ് പുത്രന് ഹോസന്ന എന്ന് വിളിക്കുകയാണ്. കാരണം യേശു അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. നഗരം ഇളകിയതിന്റെ കാരണം യേശുവിനെ അവർ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് നസ്രത്തിൽ നിന്നുള്ള യേശുവാണ്. അവർ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഹോസാനയുടെ സന്ദേശം ലോകത്തിന് നൽകുന്നത്. ഇന്നും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രത്യാശജനകമായ സന്ദേശം എന്ന് പറയുന്നത് യേശു ദാവീദ് പുത്രനാണ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനാണ്, ജീവിതത്തിൽ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ടാണ് അവനെ നാം ആർക്കേണ്ടത്, അതുകൊണ്ടാണ് അവനെ സ്തുതിക്കേണ്ടത്. യേശു അന്ന് വ്യക്തികളെ രൂപാന്തരമുണ്ടാക്കിയതുപോലെ ഇന്ന് രൂപാന്തരപ്പെടുത്തുന്നു. അതിനാൽ നമുക്കും അവന്റെ അരികിലേക്ക് ഈ ദിവസങ്ങളിൽ വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.